അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് മെറ്റൽസ് ആൻഡ് നോട്ട് മെറ്റൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടിയെക്കുറിച്ചിട്ടാണ്. ഒരു നോൺ മെറ്റലിൻ്റെ സ്വഭാവം എന്തായിരിക്കും, ഒരു മെറ്റലിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് സംസാരിച്ചു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അഥവാ അതിൻ്റെ ഓക്സിജനുമായിട്ടും വാട്ടറുമായിട്ടും ആസിഡുമായിട്ടും ബേസുമായിട്ടൊക്കെയുള്ള അതിൻ്റെ റിയാക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അഥവാ ഈ വസ്തുക്കളുമായിട്ടൊക്കെ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും, ആസിഡിക് ആയിരിക്കുമോ, അതല്ല ബേസിക് ആയിരിക്കുമോ, അതല്ല മറ്റു പലതും സംഭവിക്കുമോ എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അപ്പോൾ ആദ്യം റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, ഓക്സിജനുമായിട്ട് ഒരു മെറ്റൽ, ആദ്യം നമ്മൾ മെറ്റൽ റിയാക്ഷൻ പറയും, പിന്നീട് നമ്മൾ നോൺ മെറ്റലിൻ്റെ റിയാക്ഷൻ പറയും. അങ്ങനെയാണ് പാഠത്തിലുടനീളം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്നാണ്. ഉദാഹരണത്തിന് അയൺ എന്ന മെറ്റൽ, അയൺ Fe ആണ്, അയണും ഓക്സിജനും ചേരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ തുരുമ്പ് പിടിക്കുന്നു. അഥവാ അതിലേക്ക് വാട്ടർ കൂടി ചേരുന്ന സമയത്ത് അവിടെ തുരുമ്പ് പിടിക്കുന്നു. ആ തുരുമ്പ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഓക്സൈഡ് ഉണ്ടാകും. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് മഗ്നീഷ്യം കത്തിച്ച സമയത്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി എന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്വഭാവം ബേസിക് ആയിരിക്കും. അഥവാ നമ്മൾ ആ മഗ്നീഷ്യം ഓക്സൈഡിനെ അല്ലെങ്കിൽ ഈ റസ്റ്റ് ചെയ്തിട്ടുള്ള ഈ തുരുമ്പിനെ വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് അതിൽ ലിറ്റ്മസ് പേപ്പർ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആകും. അതുകൊണ്ട് തന്നെ ഈ മെറ്റലിക് ഓക്സൈഡ് എപ്പോഴും അതിൻ്റെ നേച്ചർ എപ്പോഴും ബേസിക് ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണമാണ് ഒന്ന് മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം കത്തിച്ചപ്പോൾ ഉണ്ടായ മഗ്നീഷ്യം ഓക്സൈഡ്. രണ്ട് കോപ്പർ, അയണും അതുപോലെ അയണും അതുപോലെ ഓക്സിജൻ ചേർന്നുണ്ടായ സമയത്തുണ്ടായ റസ്റ്റിംഗ്. ഓക്കെ, ഇനി അതേസമയം നമ്മളൊരു നോൺ മെറ്റലിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് നമ്മളൊരു സൾഫർ എടുക്കുന്നു. ഓക്കെ, സൾഫർ നോൺ മെറ്റലാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അതിനെ ചൂടാക്കുന്നു. ഓക്കെ, അതിനെ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓക്സിജനുമായിട്ട് ചേരുന്നു. അങ്ങനെ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നു. ഓക്കെ, കുറച്ച് വാട്ടർ അതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ അതിലേക്ക് ലിറ്റ്മസ് പേപ്പർ ഇട്ട് കൊടുക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡ്, ഓക്കെ, SO2 പ്ലസ് H2O പറഞ്ഞാൽ വാട്ടറാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇത് രണ്ടും ചേരുന്ന സമയത്ത് ഉണ്ടായിത്തീരുന്നത് H2SO3 ആണ്, അഥവാ സൾഫറസ് ആസിഡാണ്. ഓക്കെ, നമ്മളിപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫർ കത്തിച്ച സമയത്ത് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത സമയത്ത് സൾഫറസ് ആസിഡായിട്ട് അത് മാറുന്നു. സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണെന്ന് നമുക്കറിയാം അല്ലേ, മാറുന്നു. അതിലേക്ക് നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡായി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം എപ്പോഴും എന്തായിരിക്കും, ആസിഡായിരിക്കും അല്ലേ, അസിഡിക് ആയിരിക്കും അതിൻ്റെ സ്വഭാവം. ഓക്കെ, ഇനി റിയാക്ഷൻ വിത്ത് വാട്ടറുമായിട്ട് മെറ്റൽ അല്ലെങ്കിൽ നോൺ മെറ്റൽ റിയാക്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു സോഡിയം മെറ്റലാണ് അതിലുള്ളത്. സോഡിയം മെറ്റൽ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നു ഒരു ബീക്കറിൽ, അതിലേക്ക് ഒരു സോഡിയത്തിൻ്റെ മെറ്റൽ നമ്മൾ ഇടുന്നു. അത് നമുക്ക് കാണാം ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദത്തോടു കൂടെ അത് കത്തിയാൻ വരും. ഒരു പൊട്ടിത്തെറിയോടുകൂടെ അത് കത്തിയാൻ വരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ സോഡിയം, ചില മെറ്റലുകൾ വെള്ളത്തോട് വളരെ ശക്തമായിട്ട് രീതിയിലാണ്, വിഗ്രസ് ആയിട്ടാണ് അത് റിയാക്ട് ചെയ്യുക, ചില മെറ്റലുകൾ. ഇനി എല്ലാ മെറ്റലുകളും അങ്ങനെയല്ല. ഉദാഹരണത്തിന് അയണും കുറച്ച് ഇരുമ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, റിയാക്ഷനൊന്നും കൂടുതൽ അവിടെ നടക്കുന്നില്ല. ചില മെറ്റലുകൾ നന്നായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. സാധാരണ രീതിയിൽ
നോൺ മെറ്റലുകൾ, മെറ്റലിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു. മെറ്റലുകൾ ചില മെറ്റലുകൾ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സോഡിയം പറഞ്ഞു. ചില മെറ്റലുകൾ അവിടെ റിയാക്ട് ചെയ്യില്ല. ഉദാഹരണം നമ്മൾ അയേൺ പറഞ്ഞു. ഓക്കെ അല്ലേ? പിന്നെ സാധാരണയായിട്ട് നോൺ മെറ്റലുകളൊന്നും എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. സാധാരണ നോൺ മെറ്റലുകൾ ഇതുപോലെ എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യാറില്ല. പക്ഷേ എങ്കിലും ചില നോൺ മെറ്റലുകൾ ഈ വായുവിനോട് കൂടി ചേർന്നാൽ ചിലപ്പോൾ നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്ന ചില നോൺ മെറ്റലുകളുണ്ട് വായുവിനോട് ചേർന്നാൽ. ഉദാഹരണത്തിന് ഫോസ്ഫറസ്, അത് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന നോൺ മെറ്റലാണ്. പക്ഷേ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് എപ്പോഴും വെള്ളത്തിലാണ് അതിനെ സൂക്ഷിക്കാറുള്ളത്. ഓക്കെ, ഇനി റിയാക്ഷൻ വിത്ത് ആസിഡുമായിട്ടുള്ള മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും റിയാക്ഷൻ എങ്ങനെയിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 5 ഇപ്പോൾ മഗ്നീഷ്യം, അലൂമിനിയം, അയൺ, കോപ്പർ, ചാർക്കോൾ, സൾഫർ, ഈ ഒരു 5 മെറ്റൽ അതല്ലെങ്കിൽ നോൺ മെറ്റൽ ഈ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, രണ്ടിനെയും ഡയല്യൂട്ട് ഫോമാണ്. ഡയല്യൂട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ഇതുമായിട്ട് ചേർക്കുന്നു. ഓക്കെ, അങ്ങനെ ചേർക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇതിൽ നമ്മളിപ്പോൾ എടുത്തതിൽ നോൺ മെറ്റലുണ്ട് അല്ലെങ്കിൽ മെറ്റലുണ്ട്, രണ്ടുമുണ്ട്. ഓക്കെ, ഇതിൽ നോൺ മെറ്റലുകൾ ഈ ആസിഡുമായിട്ട് കൂടുതൽ എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. മറിച്ച് മെറ്റലുകൾ ഇത് നന്നായിട്ട് റിയാക്ട് ചെയ്യുകയും അതുപോലെ ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്ത് വിടുകയും ചെയ്യുന്നു. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് പുറത്ത് വിടുകയും അതുപോലെ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ, പക്ഷേ നമുക്ക് പറയാം ചില മെറ്റലുകൾ, ഉദാഹരണത്തിന് കോപ്പർ പോലെയുള്ള മെറ്റലുകൾ എന്ത് ചെയ്യില്ല, ഈ ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. മറിച്ച് അതേസമയം അത് സൾഫ്യൂരിക് ആസിഡുമായിട്ട് അത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, our metal react with acid and produce metal salts and hydrogen gas. Generally non-metal do not react with acid. ആസിഡുമായിട്ട് നോൺ മെറ്റലുകൾ എന്ത് ചെയ്യില്ല, കൂടുതൽ ഇങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് റിയാക്ഷൻ വിത്ത് ബേസുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ ചില മെറ്റലുകൾ റിയാക്ട് വിത്ത് ബേസസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. ചില മെറ്റലുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ബേസുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. റിയാക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഉദാഹരണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നു. അതിലേക്ക് കുറച്ച് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേർക്കുന്നു. അതിലേക്ക് ഒരു അലൂമിനിയം ഫോയിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും ഒരു റിയാക്ഷൻ്റെ സൗണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ചില മെറ്റലുകൾ ഇതുപോലെയുള്ള മെറ്റലുകൾ എന്ത് ചെയ്യുന്നു, ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു കോപ്പർ സൾഫേറ്റും. കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ കോപ്പർ സൾഫേറ്റ് നമ്മൾ ഒരു പാത്രത്തിലെടുത്തിരുന്നു കഴിഞ്ഞ വർഷം കോപ്പർ സൾഫേറ്റ് എടുത്തു. അതുപോലെ അപ്പുറത്ത് അയണിൻ്റെ ഒരു ബ്ലേഡ് നമ്മളെടുത്തു. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഒരു അയണിൻ്റെ ബ്ലേഡ് എടുത്തു. അതുപോലെ കോപ്പർ സൾഫേറ്റ് എടുത്തു. കോപ്പർ സൾഫേറ്റിൻ്റെ നിറം പച്ചയായിരുന്നു. അങ്ങനെ ആ കോപ്പർ സൾഫേറ്റിലേക്ക് അയണ് ഇട്ട ഉടനെ അത് കളറ് മാറി നീലയായി. അതുപോലെ കോപ്പർ സൾഫേറ്റ് മാറിയിട്ട് അയൺ സൾഫേറ്റായി മാറി. ഓക്കെ, അതിൽ നിന്നും കോപ്പർ മാറി. ഓക്കെ, അപ്പോൾ കോപ്പറിനെ കളഞ്ഞിട്ട് അയൺ സൾഫേറ്റായി അത് മാറുകയും അതിൽ നിന്നും കോപ്പർ മാറി നിന്നുകൊണ്ട് അതൊരു റസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്തു. റസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തുരുപിടിച്ച പോലെ ഒരു കോപ്പറായിട്ട് ആ അയണിൻ്റെ ബ്ലേഡ് മാറുകയും ചെയ്തു എന്നർത്ഥം. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നു ഒരു അയണിൻ്റെ നെയിൽ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കോപ്പർ സൾഫേറ്റിലേക്ക് ഇട്ട സമയത്ത് അതിൻ്റെ നിറം മാറുകയും പച്ച നിറം മാറി നീല നിറം വരികയും
കോപ്പർ സൾഫേറ്റ് അയൺ സൾഫേറ്റായി മാറുകയും കോപ്പർ ബാക്കിയായി കോപ്പർ റസ്റ്റിൻ്റെ രൂപത്തിൽ മാറി നിൽക്കുകയും ചെയ്തൊരു പരീക്ഷണം കഴിഞ്ഞ വർഷം പഠിച്ചു. അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ഒന്ന് മറ്റൊന്നിനെ മാറ്റി നിർത്തുന്ന പരിപാടിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിൽ ഒരു 5 ബീക്കർ എടുക്കുന്നു. 5 ബീക്കർ എടുത്തിട്ട് അതിൽ 2 ഉദാഹരണത്തിന് കോപ്പർ സൾഫേറ്റും അതുപോലെ സിങ്കും ചേർക്കുന്നു ഒരു ബീക്കറിൽ. രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റും അയണയിലും ചേർക്കുന്നു. മൂന്നാമത്തേതിൽ സിങ്ക് സൾഫേറ്റും കോപ്പർ ചേർക്കുന്നു. നാലാമത്തേതിൽ അയൺ സൾഫേറ്റും കോപ്പർ ചേർക്കുന്നു. അഞ്ചാമത്തേതിൽ സിങ്ക് സൾഫേറ്റും അയണും ചേർക്കുന്നു. ഇങ്ങനെ 5 ബീക്കറുകളിലായിട്ട് ഇങ്ങനെ 2 എണ്ണം പരസ്പരം ചേർക്കുന്നു. ഓക്കെ, ഇതിൽ വെള്ളമുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് വെള്ളമുണ്ട്. വെള്ളമുണ്ട്, മനസ്സിലാക്കണേ. വെള്ളത്തിന് പുറമെയാണിത് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ CuSO4 എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. അതൊക്കെ അറിയായിരിക്കും. കോപ്പർ സൾഫേറ്റ് ആണ് പ്ലസ് സിങ്ക്. മനസ്സിലായോ? സിങ്കും ഒരു ഉദാഹരണത്തിനാണ്. കോപ്പർ സൾഫേറ്റും അതുപോലെ സിങ്കും പരസ്പരം ചേരുന്നു. ഓക്കെ, കോപ്പർ സൾഫേറ്റും അതുപോലെ സിങ്കും. CuSO4 ആണ്, കോപ്പർ സൾഫേറ്റ് ആണ് പ്ലസ് സിങ്ക് ആണ്. ഓക്കെ, അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായി മാറുന്നു? എന്തൊക്കെ ഉണ്ടായി മാറുന്നു? ZnSO4. ഓക്കെ, ZnSO4 എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് ആണ്. നേരത്തെ കോപ്പർ സൾഫേറ്റ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് സിങ്ക് സൾഫേറ്റ് ആയി പ്ലസ് Cu എന്ന് പറഞ്ഞാൽ കോപ്പർ. ഓക്കെ, മനസ്സിലായോ? ഈ കോപ്പർ സൾഫേറ്റിൻ്റെ നിറം നീലയായിരുന്നു, മനസ്സിലാക്കുക. സിങ്ക് സൾഫേറ്റ് ഒരു കളറില്ലാത്ത രീതിയാണ്, കോപ്പർ റെഡ് നിറമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് CuSO4 ആയിരുന്നു, കോപ്പർ സൾഫേറ്റും അതുപോലെ അതിലേക്ക് സിങ്കും ചേർന്ന സമയത്ത് അതെന്തായി മാറി? സിങ്ക് സൾഫേറ്റായി മാറി, കോപ്പർ മാറി നിൽക്കുകയും ചെയ്തു. ആ ഒരു സംഭവമാണ് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ മാറുന്നത്? മനസ്സിലായോ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക. മോർ റിയാക്റ്റീവ് മെറ്റൽസ് ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ്. കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യും? കുറഞ്ഞ റിയാക്റ്റീവ് മെറ്റലിന് എന്ത് ചെയ്യുന്നു? അത് മാറ്റി നിർത്തുന്നു, അത് തട്ടി ഒഴിവാക്കുന്നു. അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഇനി ചില സംഭവങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, കോപ്പർ സൾഫേറ്റ് അതുപോലെ സിങ്കും ചേർന്ന സമയത്ത് അത് സിങ്ക് സൾഫേറ്റ് ആയി എന്ന് പറഞ്ഞു. ഓക്കെ, പറഞ്ഞു. ഇനി വേറൊന്ന് ഉദാഹരണത്തിന് ചിലപ്പോൾ ഉണ്ടാവും സിങ്ക് സൾഫേറ്റും അതുപോലെ കോപ്പറും. നേരത്തെ പറഞ്ഞത് കോപ്പർ സൾഫേറ്റും സിങ്കാണ്. ഇത് സിങ്ക് സൾഫേറ്റും കോപ്പറും കൂടുന്ന സമയത്ത് ഒരിക്കലും അവിടെ കോപ്പർ സൾഫേറ്റ് ഉണ്ടാവുകയില്ല. കാരണം സിങ്ക് കോപ്പറിനേക്കാളും റിയാക്റ്റീവാണ്. സിങ്ക് സൾഫേറ്റും കോപ്പറും ചേരുന്ന സമയത്ത് അവിടെ ഒരിക്കലും കോപ്പർ സൾഫേറ്റ് ഉണ്ടാവുകയില്ല. കാരണം സിങ്ക് കോപ്പറിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ് മെറ്റലാണ്. അപ്പോൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സിങ്ക് സൾഫേറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കോപ്പറിന് ഒരിക്കലും സാധിക്കില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇനി അടുത്തത് യൂസ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും ഉപയോഗങ്ങൾ. ഒരുപാട് മെഷീനറികൾ ഉപയോഗിക്കാൻ, ഓട്ടോമൊബൈൽസിന്, വിമാനങ്ങൾ ഉണ്ടാക്കാൻ, ട്രെയിനുകൾ, സാറ്റലൈറ്റ്, അതുപോലെ വ്യാവസായികപരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ, അതുപോലെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ ഉണ്ടാക്കാൻ, ഈ ചൂടാക്കുന്ന പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ മെറ്റൽ ഉപയോഗിക്കും. നമുക്കറിയാം ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതുപോലെ നോൺ മെറ്റലുകൾ ഉപയോഗിക്കാറ് സാധാരണ നമ്മൾ ശ്വസിക്കാൻ, അല്ലേ? എല്ലാവർക്കും എന്ത് വേണം? നോൺ മെറ്റൽ വേണം, എല്ലാവർക്കും അറിയണം തന്നെ. അതുപോലെ നോൺ മെറ്റൽ ഉപയോഗിക്കുന്നത് ഫെർട്ടിലൈസർ, കീടനാശിനികളിലൊക്കെ, അതുപോലെ പ്ലാന്റുകളുടെ വളർച്ചയ്ക്ക് കീടനാശിനിയൊക്കെ ഉണ്ടാകും, അതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കും. അതുപോലെ നോൺ മെറ്റൽ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുറിക്ക് തേക്കുന്ന, മുറി വണങ്ങാൻ വേണ്ടി തേക്കുന്ന മരുന്നുകളുടെ ഉപയോഗത്തിന് നോൺ മെറ്റൽ ഉപയോഗിക്കുന്നു. അവസാനമായിട്ട് നോൺ മെറ്റൽ യൂസ്ഡ് ഇൻ ക്രാക്കേഴ്സ്, പടക്കങ്ങൾ ഉണ്ടാക്കാനും നോൺ മെറ്റലുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത്
റിയാക്ഷൻസ്, മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും റിയാക്ഷൻസിനെ കുറിച്ചാണ്. ആ റിയാക്ഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ മെറ്റലിൻ്റെ സ്വഭാവം എന്താണ്, നോൺ മെറ്റലിൻ്റെ സ്വഭാവം എന്താണ്, ആ റിയാക്ട് ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്ന് പഠിച്ചു. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യുന്നു, റിയാക്റ്റീവ് അല്ലാത്ത മെറ്റലിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതിക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. അതിൻ്റെ വിവിധ രീതികൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഉപയോഗങ്ങളും ഉപകാരങ്ങളും അതുപോലെ മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും ഉപകാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും.